ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സാമ്പാർ വറുത്തരച്ചാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ സാധാരണ രീതി വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് വറുത്തരച്ച് വെക്കുമ്പോഴത്തേക്ക്. ആദ്യം നമുക്ക് നമ്മുടെ പച്ചക്കറികളെല്ലാം നല്ല കഷ്ണങ്ങളാക്കി എടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് തുവരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ തുവര ചേർത്ത് അടപ്പേ വെച്ച് വിസിലിനായിട്ട് വെക്കാം. 2 വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ തിരുമ്മിയെടുക്കാം. തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നതിന് മുമ്പായിട്ട് ചട്ടിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്ക മാത്രം അതിനകത്തൊന്ന് വഴറ്റി ഒന്ന് മാറ്റി വെക്കാം, ഒരുപാട് മൂക്കണ്ട. എന്നിട്ട് അതേ പാത്രത്തിലോട്ട് നമുക്ക് നമ്മൾ തിരിങ്ങിയ തേങ്ങ എടുത്ത് വറക്കാനായിട്ടിടാം. ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ച് നമുക്ക് കരിഞ്ഞു പോകരുത്, നമുക്കത് വറുത്തെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വറന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പൊടി ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, ജീരകപ്പൊടി ഓപ്ഷനിൽ ആവശ്യമുള്ളവർക്ക് ചേർക്കാം, ചിലർ ചേർക്കത്തില്ല. സാമ്പാർ പൊടിയൊക്കെ ചേർക്കുന്നവരാണ് ജീരകപ്പൊടി വേണ്ട. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കരിയരുത് തേങ്ങ, നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്ക് വെന്തിരിപ്പുണ്ട്. അതിലോട്ട് നമ്മൾ വഴറ്റിയ വെണ്ടയ്ക്കായും ചേർത്ത് എന്നിട്ട് ഈ തേങ്ങ വറുത്ത് അരച്ചു കൊണ്ടുവന്ന് അതുകൂടെ ചേർക്കാം. പിന്നെ നമ്മൾ പിഴുപുളി പിഴിഞ്ഞതാട്ടോ ചേർത്തത്. അതിനുശേഷം ശകലം ശർക്കരയാട്ടോ ചേർക്കുന്നത്. ശർക്കര അലിയിച്ചെടുത്തത്. പിന്നെ കായം, ആദ്യം കട്ടിക്കായം ചേർക്കുന്നവർക്ക് ഇപ്പം ചേർക്കണ്ട. ഞാൻ കട്ടിക്കായം ആദ്യം ചേർക്കാത്തതുകൊണ്ട് ഇപ്പം കട്ടിക്കായം ചേർത്ത്. പിന്നെ നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. പിന്നെ ഞാൻ കായപ്പൊടിയാണ് ഞാൻ ചേർത്തത് കേട്ടോ. കട്ടിക്കായം ചേർക്കുന്നവർ ആവശ്യത്തിന്. പിന്നെ നമ്മൾ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് വേണം ചേർക്കാം. വറ്റൽമുളകും കരിവേപ്പിലയും എല്ലാം കൂടെ താളിച്ച് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡി. ഉപ്പ് നോക്കണം, ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത്